ഇന്നീവ്സാറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻ്റൽസാറ്റ് 1766 ഡിഗ്രി. ഇത് വിടാൻ കാരണം ഇത് നമ്മൾ പുറത്തുള്ള സ്ഥലത്ത്, അതായത് ട്രാക്കിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഈ ഏരിയ പാലക്കാടിൻ്റെ ബോർഡറാണ്. എടപ്പലം നടുമുറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എടപ്പലം നടുമുറ്റം പാലക്കാടിൻ്റെ ബോർഡറാണ്. പാലക്കാടിൻ്റെ ബോർഡർ സ്ഥലത്താണ്. നടുമുറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുതിയ ഡിഷാണ്, ഇമ്പെക്സിൻ്റെ ഡിഷാണ്. യൂണിവേഴ്സൽ LNB ആണ്. 2 വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. തൊട്ടടുത്തൊരു വീടും കൂടി ഉണ്ട്. അപ്പോൾ അവിടേക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അതായി കാണുന്ന ആ വീട്ടിലേക്ക് കൂടി കണക്ഷൻ കൊടുക്കുന്നുണ്ട്. 2 വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ലൊക്കേഷൻ കാണുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല ലൊക്കേഷനാണ്. ഇവിടെ ഇതിൻ്റെ അപ്പുറം ഏരിയയിലൊക്കെ ഡബ്ബറാണ്. ഇവിടെ തെങ്ങും അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് ഇതിലൂടെ കാണുന്നത്. എന്തായാലും തെറ്റില്ലാത്തൊരു ഏരിയയാണ്. പുതിയ ഡിഷ്, പുതിയ LNB, അപ്പോൾ ആ ഒരു മാറ്റം കൂടി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ചെരിവ് സാധാരണ എനിക്ക് 15 സെൻറ്റിമീറ്ററിലാണ് കിട്ടുന്നത്. ഇവിടെ 14 സെൻറ്റിമീറ്ററിലാണ് കിട്ടുന്നത്. ഈ നമ്മുടെ ഏരിയയ്ക്ക് അനുസരിച്ചുള്ള മാറ്റം സംഭവിക്കും. ഇവിടെ 14 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ ചെരിവ് വരുന്നത്. ഉണ്ടല്ലോ, ഈ 14 ഈ ചെരിവാണ് വരുന്നത്. 14 സെൻറ്റിമീറ്ററാണ് ചെരിവ് വരുന്നത്. എനിക്ക് അവിടെ കിട്ടുന്ന പോലെ തന്നെ ഈ പാലക്കാടിൻ്റെ ബോർഡറായ ഈ സ്ഥലത്തും ഏകദേശം അതേ സിഗ്നൽ കിട്ടുന്നുണ്ട്. നമുക്ക് സിഗ്നൽ നോക്കാം. നല്ല വെയിലാണ്, അതുകൊണ്ട് സിഗ്നൽ കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും ചെയ്യുന്നോ നോക്കാം. പരമാവധി നമ്മൾ വെയിലത്ത് നിന്ന് മാറി നിന്ന് നോക്കാം. കാണുന്നുണ്ടോ? ഏഷ്യാനെറ്റ് മീഡിയസിൻ്റെ TP 58%. കൈരളിയുടെ TP 58%. കൈരളിയുടെ TP 58. കാണുന്നുണ്ടല്ലോ, 58% കൈരളിൻ്റെ TP. ജനത്തിൻ്റെ TP 48%. ഈ കാണുന്ന ജനത്തിൻ്റെ TP ആണ് 48%. അടുത്ത TP വരുന്നത് 54%, 58. പിന്നെ വരുന്നത് ഏഷ്യാനെറ്റ് മീഡിയ വണ്ണിൻ്റെ TP 61% ഉണ്ട്. നല്ല സിഗ്നലാണ്, 61%. കൈരളിൻ്റെ TP കാണിച്ചിരുന്നു, ഇത് 58%. ജനത്തിൻ്റെ TP ശേഷം നമുക്ക് ചാനൽ സതിയുള്ള TP 3 TP നല്ല സിഗ്നൽ കിട്ടുന്നുണ്ട്. ഈ ഏരിയയിലും നല്ല രീതിയിൽ സിഗ്നൽ കിട്ടുന്നുണ്ട്. കലഞ്ചറിൻ്റെ TP സിഗ്നൽ കിട്ടുന്നില്ല, പരമായി നോക്കി കിട്ടുന്നില്ല. നല്ല ചൂടാണ്. ആ ഒരു 12 ടൈമിലാണ് ഞാനത് വീഡിയോ എടുത്തത്. നല്ല ചൂടാണ്. അപ്പോൾ തെറ്റില്ലാത്ത രീതിയിൽ സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പിക്ചറൊക്കെ നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കാം. റിസീവർ ട്യൂൺ ചെയ്താൽ അറിയാം. ഇതിൻ്റെയൊക്കെ പിക്ചർ റിസീവർ ട്യൂൺ ചെയ്താൽ നമുക്കിതിൽ ഏതൊക്കെ ചാനൽസ് കിട്ടുന്നുണ്ട്, സ്റ്റില്ലുണ്ടോയെന്നൊക്കെയുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ട്യൂൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ സിഗ്നൽ ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇതിൻ്റെ LNBൻ്റെ സ്ക്യൂ വരുന്നത് 36 വെച്ചിട്ടുള്ളത്. 36 വെച്ചപ്പോഴാണ് ഈ രീതി സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഉള്ളവർ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക. ഞാൻ പറഞ്ഞ ഡിഷും LNBയും പുതിയതാണ്, അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം സംഭവിക്കും. നമുക്കിതിൻ്റെ പിക്ചറൊക്കെ ഒന്ന് നോക്കിയാൽ അറിയാം സ്റ്റില്ലുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് അടിയിൽ വെച്ചിട്ട് ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ പാലക്കാടിൻ്റെ ബോർഡറിൽ നിന്ന് നമ്മളെടുത്തൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. സ്കാൻ ചെയ്യാം. ഈ കാണുന്ന TP ഏഷ്യാനെറ്റ് മീഡിയസിൻ്റെ TP ആണ്. 46% ഈ റിസീവറിൽ കാണിക്കുന്നത്. ഇത് സോളിഡിൻ്റെ പഴയ മോഡൽ റിസീവറാണ്. ഇത് ബോർഡൊക്കെ ഐബെല്ല് റിസീവറിലൊക്കെ വരുന്ന അതേ ബോർഡാണ് ഈ സോളിഡിൽ വരുന്നത്. ഏറ്റവും പഴയ മോഡലാണ്. സ്കാനിങ് 4%. ഒരു TP കയറിയിട്ടുണ്ട്, പക്ഷേ ചാനൽസ് കയറിയിട്ടില്ല. അടുത്ത TP കയറി. 30 ചാനൽസ് കയറി. 36 ചാനൽസ് 10%. 60 ചാനൽസാണ് കയറിയിട്ടുള്ളത്. 12%. 12% ശേഷം 78
ചാനൽസാണ് കയറിയിട്ടുള്ളത്. 22%, ഇപ്പം 46%, 78 ചാനൽസാണ് കയറിയത് ടോട്ടല്. സ്കാനിങ് ഫുള്ളായിട്ടില്ല, ഇപ്പം 54% 104, 57% കയറി. 104 ചാനൽ കയറി, 104 ചാനലാണ്. ഇപ്പം 137 ചാനൽ കയറി. കലഞ്ചറിൻ്റെ ചാനലൊന്നും കയറിയിട്ടില്ല. സിഗ്നൽ ടി പിയിലും നമ്മൾ മീറ്ററിലും നോക്കിയപ്പോഴും കയറിയിട്ടില്ല. സിഗ്നൽ കലഞ്ചറിൻ്റെ ടി പി ഞാൻ പരമാവധി നോക്കിയത്, അപ്പോൾ ഓക്കെ ആയി. 100%. ടോട്ടല് 137 ചാനൽസാണ് കയറിയത്. ഇനി അതിൻ്റെ പിക്ചറൊക്കെ നോക്കാം, ഏതൊക്കെ ചാനൽസ് കിട്ടുന്നുള്ളത് നോക്കാം. ഏതൊക്കെ നമുക്ക് സ്റ്റില്ലില്ലാതെ ചാനൽസ് ഏതൊക്കെ കിട്ടുന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ മാറ്റി നോക്കാം, ഏതൊക്കെയാണ് ചാനൽസ് കിട്ടുന്നുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ്, ഓക്കെയാണ്, വർക്കിംഗ് ഓക്കെയാണ്. അടുത്ത് വരുന്നത് ഏഷ്യാനെറ്റിൻ്റെ ചാനൽസ്. ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ്, ഫ്ലവേഴ്സ് വരുന്നുണ്ട്, ഓക്കെയാണ്. നിങ്ങൾക്കറിയാം 40/26 വരുന്ന ചാനൽസാണ് അതൊക്കെ. ഈ കാണുന്ന ചാനൽസൊക്കെ അതിൽ വരുന്നതാണ്. അത് നമുക്ക് സ്റ്റില്ലില്ല. ആ ടി പിക്കാണ് പൊതുവെ ഇപ്പോൾ സിഗ്നൽ പ്രശ്നം വരുന്നത്. അത് സ്റ്റില്ല കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത ടി പി അത് 61% സിഗ്നൽ ഉണ്ടായിരുന്നു. ജനം പിന്നെ 48% കൈരളി 54. കൈരളി ഓക്കെയാണ്, കൈരളി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽസുകളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പാലക്കാട് ഈ ഭാഗത്തുള്ള ഏരിയയിലൊക്കെ അപ്പോൾ നിങ്ങളൊന്ന് ഈ രീതിയിൽ ഒന്ന് LMB ട്രാക്ക് ചെയ്ത് വെച്ചിട്ട് 36 എന്നുള്ള മാർക്കിൽ താത്തി വെച്ചിട്ട് നിങ്ങളൊന്ന് ഡിഷ് വെച്ച് LMB വെച്ച് നോക്കുക, തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ആ ഏരിയയിൽ വലിയൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഡിഷും LMBയും പുതിയതാണ്, അതിൻ്റെ ഒരു മാറ്റം കൂടി ചിലപ്പോൾ സംഭവിക്കാം. എന്നാലും ശരി, നിങ്ങൾ പൊതുവെ ഇപ്പോൾ LMB ഒന്ന് താത്തി വെച്ചാൽ ഈ പ്രശ്നം, അതായത് ചാനൽ കിട്ടാത്ത ഈ ടി പിയിൽ വരുന്ന മിഡിൽ ഈസ്റ്റിൻ്റെ ടി പിയിൽ വരുന്ന ചാനൽ കിട്ടാത്ത ആ പ്രശ്നങ്ങളും മാറി കിട്ടുന്നുണ്ട്. LMB താത്തി വെച്ച് നോക്കുക. അപ്പോൾ ഇത്രയും ചാനൽസാണ് ഇപ്പോൾ നമുക്കിതിൽ കിട്ടുന്നത്.